Hi all, I'm Gayatri and welcome to my channel Foodies Paradise. നമുക്കിന്നൊരു സോയ 65 ഉണ്ടാക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് സോയ ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 3 തവണ വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ ഞാനിവിടെ പിഴിഞ്ഞ് കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഞാനത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയ സോയ വലിയ സോയ ആയതുകൊണ്ട് കേട്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചെറിയ സോയ ആണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിന് വേണ്ട ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, പിന്നെ ഇതിന് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോൺഫ്ലോർ, പിന്നെ അരിപ്പൊടി. ഞാനിതിലേക്ക് ചേർക്കുന്നത് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പകുതി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കരിവേപ്പിലയാണ്. അത് ഞാനിങ്ങനെ കൈകൊണ്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചാൽ വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോവും. അപ്പം നമ്മൾ വിചാരിക്കുന്ന കൺസിസ്റ്റൻസി കിട്ടത്തില്ല. നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഒത്തിരി വെള്ളം കൂടി പോകാനും പാടില്ല, എന്നാൽ ഒത്തിരി വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ച സോയ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ സോയയിൽ വന്നിട്ട് നമ്മുടെ ഈ മസാല നല്ലപോലെ കോട്ടാവണം. ഈ സോയ ഒരു സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അതിനകത്തേക്കും ഈ മസാലയാണെങ്കിൽ പിടിച്ചോളും. അത് നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു മണിക്കൂർ നമുക്കിത് റസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞ് എടുക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോഴേ സോയയിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ഫ്രൈയിങ് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണ ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമുക്കിനി നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സോയ ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും നിങ്ങൾ എന്ത് സാധനം എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് അതിലേക്ക് ഇടാൻ. ഇപ്പം നിങ്ങൾ തീ കൂട്ടി വെച്ചോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചോ ഫ്രൈ ചെയ്യുന്ന സാധനം അതിലേക്ക് ഇടുകയാണെങ്കിൽ അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സോയൊക്കെ ആകുമ്പം അതിൽ ജലാംശമുണ്ട്. അപ്പോൾ ജലാംശമുള്ള സാധനം പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ചെറിയ തീയിൽ വെച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാൻ. ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. ഇതേ സമയം ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് എണ്ണ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എന്ത് ഫ്രൈ ചെയ്താലും മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് സോയയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അടുത്ത ട്രിപ്പ് ഇതിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സോയയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പച്ചമുളക് ഒരിക്കലും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. എപ്പോഴും നെടുകെ കീറിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് സോയം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സോസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് സോയയെ ഫ്രൈ ചെയ്ത ആ സെയിം എണ്ണയിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് മൂപ്പിക്കണം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോസാണ്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ സോസും ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അതും ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ചില്ലി സോസും ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കാരണം ഒത്തിരി വെള്ളം ഒഴിച്ചാൽ സോയയിലേക്ക് ആ വെള്ളം പിടിച്ചിട്ട് നമ്മുടെ സോയയുടെ ക്രിസ്പിനെസ് പോയിട്ട് ഭയങ്കരമായിട്ട് അതൊരു സോഫ്റ്റ് ആയി പോവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക.
ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക, കാരണം നേരത്തെ നമ്മൾ ആ മസാലയിൽ ഉപ്പ് ചേർത്താണ് സോയ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സോസ് വന്നിട്ട് സോയയിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ്സ് ഈ ലോ ഫ്ലെയിമിൽ തന്നെ ഈ സോയ വെച്ചേക്കാം, കാരണം ഈ സോസൊക്കെ സോയയിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയ 65 റെഡി ആയിട്ടുണ്ട്. ഇതിന് ശരിക്കും ഒരു ബീഫ് ഫ്രൈഡേ ഒക്കെ ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിൽ സീ യു ഇൻ അനദർ വീഡിയോ വിത്ത് അനദർ ന്യൂ റെസിപ്പി. ടിൽ ദെൻ ബൈ.